ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ ആറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്നതും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ അതിൻ്റെ അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ്, ഐസോടോപ്സ്. ഓക്കെ, ഐസോടോപ്പുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഐസോടോപ്പുകൾ എന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം, ഐസോടോപ്പുകൾ എന്താണെന്നുള്ളത്. ഞാനിവിടെ ഒരു 3 ആൾക്കാരെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എക്സ് എന്ന് പറയുന്ന 3 പേരെ ഞാനിവിടെ എഴുതി. ഓക്കെ, ഞാനിവിടെ 3 ആൾക്കാരെ ഡിഫറെൻ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്, താഴെ എഴുതിയിരിക്കുന്ന, അതായത് ഈ താഴെ എഴുതിയിരിക്കുന്ന അറ്റോമിക് നമ്പർ 3 പേരുടെയും സെയിം ആണ് അല്ലേ. പക്ഷേ മുകളിൽ എഴുതിയിരിക്കുന്ന മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ് അല്ലേ. ഈ 3 പേരുടെയും അറ്റോമിക് നമ്പർ സെയിം ആണ്, പക്ഷെങ്കിൽ മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ്. നമുക്കറിയാം, ഒരു ആറ്റത്തിൻ്റെ താഴെ എഴുതുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പറും മുകളിൽ എഴുതുന്നത് അതിൻ്റെ മാസ് നമ്പറുമാണ്. അപ്പോൾ ഈ ഒരു 3 ആറ്റത്തിനെ ഞാനിവിടെ ഈ ഒരു ഒരേപോലുള്ള ഒരു 3 ആറ്റത്തിനെ ഞാനിവിടെ എഴുതിയപ്പോൾ അതിൻ്റെ ആറ്റോമിക് നമ്പർ സെയിം ആണ്, പക്ഷെങ്കിൽ മാസ് നമ്പറിൽ ഡിഫറൻസ് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളെ പറയുന്ന പേരാണ് ഐസോടോപ്സ്. മനസ്സിലായോ? ഒരു എലമെൻറ്റിൻ്റെ, അതായത് ഒരേ സെയിം എലമെൻസിൻ്റെ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും ഉള്ള ആറ്റങ്ങളെ പറയുന്ന പേരാണ് ഐസോടോപ്സ്. ഓക്കെ, ഐസോടോപ്സ് ആർ ദ ഡിഫറെൻറ്റ് ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ഹാവിങ് ദ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പേഴ്സ്. മനസ്സിലായോ? അപ്പം അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, പക്ഷേ മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അറ്റോമിക് നമ്പർ സെയിം ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു എലമെൻറ്റ്സ് സെയിം ആണ് അല്ലേ, സെയിം എലമെൻ്റ് ആണ്. ഇപ്പം കാർബൺ ആണെങ്കിൽ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, ആ കാർബൺ എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, പക്ഷെ അതിൻ്റെ മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഒരേ മൂലകത്തിൻ്റെ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും ഉള്ള ആ സെയിം എലമെൻറ്റിൻ്റെ ആറ്റങ്ങളെ പറയുന്ന പേരാണ് എന്ത്, ഐസോടോപ്പുകളെന്ന്. ഓക്കെ, അപ്പം ഇനി എന്തൊക്കെ ഐസോടോപ്പുകളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ 3 എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. അതായത് നമുക്ക് ഫസ്റ്റ് ഇവിടെ നോക്കാം ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ. നമുക്ക് ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പുകളെ നോക്കാം. ഓക്കെ, ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ 3 ഐസോടോപ്പുകളുണ്ട്. അതിൽ ഒരെണ്ണം ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടിയം ആണ്, രണ്ടാമത്തേത് ഡ്യൂട്ടീരിയം, മൂന്നാമത്തേത് ട്രിഷ്യം. ഓക്കെ, മനസ്സിലായോ? ഹൈഡ്രജൻ്റെ പ്രോട്ടിയം ആദ്യത്തേന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ പ്രോട്ടിയം എന്ന് പറയുന്ന ഐസോടോപ്പാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന ഐസോടോപ്പാണ്. മൂന്നാമത്തേന്ന് പറയുന്നത് ട്രിഷ്യം എന്ന് പറയുന്ന ഐസോടോപ്പാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, മൂന്നിൻ്റെയും അറ്റോമിക് നമ്പർ ഒരേപോലെയാണ്, കാരണം എലമെൻറ്റ് സെയിം ആണ് അല്ലേ. അപ്പം 3ൻ്റെ അറ്റോമിക് നമ്പർ സെയിം ആണ്, പക്ഷെങ്കിൽ പ്രോട്ടിയത്തിൻ്റെ മാസ് നമ്പർ 1 ആണ്, ഡ്യൂട്ടീരിയത്തിൻ്റെ മാസ് നമ്പർ 2 ആണ്, പിന്നെ ട്രിഷ്യത്തിൻ്റെ മാസ് നമ്പർ 3 ആണ് അല്ലേ. അപ്പം ഹൈഡ്രജൻ്റെ ന്യൂട്രോണുകൾ ഇല്ലാത്ത ഐസോടോപ്പിനെയാണ് നമ്മൾ പ്രോട്ടിയം എന്ന് പറയുന്നത്. അതായത് ഐസോടോപ്പ് നമ്മൾ എങ്ങനെയാണ് ന്യൂട്രോൺസിനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ A മൈനസ് ഇസഡ്, അതായത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പറാണ്. ഇവിടെ മാസ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്, 1 മൈനസ് അറ്റോമിക് നമ്പറും 1 ആണ്, 1 ഈസ് ഈക്വൽ ടു 0. സോ ന്യൂട്രോണുകൾ ഉണ്ടോ? പ്രോട്ടിയത്തിന് ന്യൂട്രോണുകൾ ഉണ്ടോ? ഇല്ല, പ്രോട്ടിയത്തിന് 0 ആണ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. അപ്പം ഹൈഡ്രജൻ്റെ നിങ്ങൾക്ക് ചിലപ്പോൾ അരമാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഹൈഡ്രജൻ്റെ ന്യൂട്രോണുകൾ ഇല്ലാത്ത ഐസോടോപ്പുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ആണ് പ്രോട്ടിയം എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രോട്ടിയം. ഇനി ഈ ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പിനെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇവിടെ അല്ലേ. ഏതൊക്കെയാന്ന് നോക്കി, H1, പിന്നെ
H2H3 അല്ലേ. അപ്പം ന്യൂട്രോൺസിനെ ഈ മൂന്ന് ഐസോടോപ്പിൻ്റെ ന്യൂട്രോൺസിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലേ. ന്യൂട്രോൺസിനെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ നമ്മൾ മൈനസ് ചെയ്യുകയാണ്. സോ ഇവിടെ ഫസ്റ്റ് വണ്ണിൽ നമ്മൾ കണ്ടുപിടിച്ചു ന്യൂട്രോണുകൾ 0 ആണ്. രണ്ടാമത്തേതിൽ അപ്പം 2 - 1 എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പം ന്യൂട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? 1 ആണ്. ഇവിടെ 3 - 1 അപ്പം ന്യൂട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? 2 ആണ് അല്ലേ. 2 ആണ് ന്യൂട്രോണുകളുടെ എണ്ണം. സോ ഹൈഡ്രജൻ്റെ ന്യൂട്രോണുകൾ ഇല്ലാത്ത ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടിയമാണ്. മനസ്സിലായോ? അതുപോലെ ഘനജലം, അതായത് ഹൈഡ്രജൻ ഐസോടോപ്പായ ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡാണ്. ഓക്കെ, ഘനജലം എന്ന് പറയുന്നത് ഈ ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡാണ് ഘനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതിൽ പ്രോട്ടിയമാണ് ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കാർബണിൻ്റെ ഐസോടോപ്പുകളാണ്. ഓക്കെ, കാർബണിന് 3 ഐസോടോപ്പുകളുണ്ട്. ഓക്കെ, അത് കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഓക്കെ, ഇങ്ങനെ 3 ഐസോടോപ്പുകളാണ് കാർബണിനുള്ളത്. മനസ്സിലായോ? അന്നേരം ദീസ് ആർ ദ നാച്ചുറൽ ഐസോടോപ്സ് ഓഫ് കാർബൺ. ഓക്കെ, ഇതാണ് കാർബണിൻ്റെ നാച്ചുറൽ ഐസോടോപ്പുകൾ. ദ മോസ്റ്റ് സ്റ്റേബിൾ ആൻഡ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഐസോടോപ്പ് ഓഫ് കാർബൺ ഈസ് C12 ആണ്. അതായത് സ്ഥിരത ഉള്ളതും ലഭ്യത കൂടിയതുമായിട്ടുള്ള കാർബണിൻ്റെ ഐസോടോപ്പ് എന്ന് പറയുന്നത് കാർബൺ 12 ആണ്. അത് ഓർത്തോണം. ഓക്കെ, ഇനി കാർബൺ 13 എന്ന് പറഞ്ഞാൽ ഇത് ദിസ് ഐസോടോപ്പ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ മെറ്റബോളിക് പ്രോസസ്സസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതായത് നമ്മുടെ ചെടികളിലെയും ജന്തുക്കളിലെയും ഒക്കെ ജീവൽ പ്രവർത്തനങ്ങളെ സ്റ്റഡി ചെയ്യുന്ന ഒരു ഐസോടോപ്പാണ് എന്ത്? കാർബൺ 13 എന്ന് പറയുന്ന ഐസോടോപ്പ്. അതായത് മെറ്റബോളിക് പ്രവർത്തനങ്ങളെയൊക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരു ഐസോടോപ്പാണ് C13 എന്ന് പറയുന്നത്. ഇനി C14 വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐസോടോപ്പാണ് കാർബൺ 14 എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ് കാർബൺ 14. ദിസ് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോസിൽസ്. അതായത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത്? കാർബൺ 14 യൂസ്ഡ് ഫോർ ഏജ് ഓഫ് ഫോസിൽസ്. പിന്നെ ഇതാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഐസോടോപ്പുകൾ. അതായത് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളും കാർബണിൻ്റെ ഐസോടോപ്പുകളും. കാർബൺ 12, 13, 14. കാർബൺ 12 എന്ന് പറയുന്നത് മോസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും. അതേപോലെ സ്ഥിരത കൂടിയതും അതുപോലെ ലഭ്യത കൂടിയതുമായിട്ടുള്ള ഐസോടോപ്പാണ് കാർബൺ 12. കാർബൺ 13 എന്ന് പറയുന്നത് അതായത് ദിസ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ മെറ്റബോളിക് പ്രോസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ആൻഡ് C14 is a radioactive isotope. This is used to determine the age of fossils. Okay, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി വേറെ ഒരു കുറച്ച് ഐസോടോപ്പും അതിൻ്റെ യൂസസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതാണ് ഞാൻ കാണിക്കാം. അത് അയഡിൻ 131 പഠിക്കാനുണ്ട്. ഇത് ടു സ്റ്റഡി ദ ഫങ്ഷനിങ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ്. അതായത് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ് ഐസോടോപ്പാണ് അയഡിൻ 131. പിന്നെ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് യുറേനിയം 235 ആണ്. ഇത് ഫ്യുവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലെ ഫ്യുവലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത്? യുറാനിയം 235. ഫ്യുവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ഇനി കൊബാൾട്ട് 60 എന്ന് പറയുന്ന ഐസോടോപ്പ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.